ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ്. ഇന്ന് ഗോതമ്പ് മാവ് വെച്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് ഏലക്കായ ഇട്ട് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഗോതമ്പ് മാവ് ഇട്ടിട്ട് കാണാം. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് മാവ് ഇടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. 2 സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിനൊരളവ് പാലെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. 3/4 കപ്പ് പാലാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. കട്ടിപ്പാലാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ഇനി അല്പം സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഓവറായി പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഇത് അടിച്ചെടുക്കാം. നമ്മളിവിടെ കേക്കിൻ്റെ മാവ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ പകുതിയെ വയ്ക്കാവുള്ളത്, നിറയെ ഒഴിച്ചു കൊടുക്കരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഗ്യാസിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. കുക്കർ ചൂടായി. കുക്കറിൻ്റെ അകത്തോട്ട് കേക്കിൻ്റെ മാവ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. വിസിലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് വെന്തിട്ട് കാണാം നമുക്ക്. കേക്ക് ഇവിടെ വെന്തിരിക്കുകയാണ്. ഈർക്കിലൊക്കെ ഇട്ട് കുത്തി നോക്കി, ഈർക്കിലൊന്നും പറ്റുന്നില്ല. കേക്ക് റെഡിയായിരിക്കുന്നു. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് ഇനി വെളിയിലെടുക്കും. എന്നിട്ട് നമുക്ക് കാണാം. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി കേക്കാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. കേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ടാറ്റ.